പറഞ്ഞു കാരണമില്ലാതെ അന്തിമഹാകാളൻകാവിലെ പൂരത്തിന്റെ വെടിക്കെട്ട് പോലും ചർച്ച ചെയ്യുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ. ആരാ പറയുന്നത്? ഈ ഒക്ടോബർ 14 പുറത്തിറക്കിയ എക്സ്പ്ലോസീവ് ആക്ടിലൂടെ കേരളത്തിലെ ഒറ്റ അമ്പലത്തിലും വെടിക്കെട്ടു നടക്കാൻ അനുവാദം കൊടുക്കാത്ത വിധത്തിൽ അത് മാറ്റം ചെയ്ത കേന്ദ്ര ഗവൺമെന്റ്, അതിനെതിരെ പരാതി അയച്ചത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ഈ കേരള സംസ്ഥാനമാണ് എന്ന് നാം തിരിച്ചറിയണം. കണ്ടീഷൻ 2, വെടിക്കെട്ടു പെരയിൽ നിന്ന് 200 മീറ്റർ അകലെയാകണം. ഫയർ ലൈനിൽ നിന്ന് 100 മീറ്റർ അകലെയാകണം വെടിക്കെട്ട് കാണേണ്ടവർ നിൽക്കേണ്ടത്. തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് നടക്കില്ലെന്ന് മാത്രമല്ല, കേരളത്തിലെ വെടിക്കെട്ടുകൾക്ക് അന്ത്യം കുറിക്കാൻ തീരുമാനിക്കുന്ന എക്സ്പ്ലോസീവ് ആക്ടിന്റെ ഭേദഗതി കൊണ്ടുവന്ന കേന്ദ്ര ഗവൺമെന്റ് കേരളത്തെ കുറ്റപ്പെടുത്തുന്നത് ഏതർത്ഥത്തിലാണ്? യഥാർത്ഥത്തിൽ ഞങ്ങളെ വെല്ലുവിളിക്കുകയാണ്. 23-ന് UR പ്രദീപ് ചരിത്ര ഭൂരിപക്ഷത്തോടെ വിജയിക്കുമ്പോ വരവൂര് മുതൽ തിരുവില്ലാമല വരെയുള്ള പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടുന്ന പഞ്ചായത്തിന്റെ പേരായി തിരുവില്ലാമല പഞ്ചായത്ത് മാറും. സമീപ ഭൂതകാലത്ത് കാണാത്ത ജനാരവം മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നതിന്റെ കാരണം ഞങ്ങൾ പറയാറുണ്ട്, ചരിത്രം കാലമടയാളപ്പെടുത്താൻ ക്രിസ്തുവിന് മുമ്പും ശേഷവും എന്ന് പറയുന്നത് പോലെ ചേലക്കരയിൽ വികസനം അടയാളപ്പെടുത്തണമെങ്കിൽ രാധാകൃഷ്ണന് മുമ്പും ശേഷവും എന്ന് വിളിക്കേണ്ടി വരും. ഈ ചേലക്കരയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന്റെ വിദ്യാഭ്യാസ നയം അവതരിപ്പിച്ചുകൊണ്ട് മലാപ്പറമ്പുകൾ ഇനി കേരളത്തിൽ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കണം. പ്രിയപ്പെട്ടവരെ, ആ ഗവൺമെന്റിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ പ്രൊഫസർ സി രവീന്ദ്രനാഥ് അന്ന് എ പ്രദീപ് കുമാറിന്റെ ചോദ്യത്തിന് ഉത്തരമായി കേരളത്തിന്റെ നിയമസഭയിൽ പറഞ്ഞു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നിടത്തോളം കാലം ലാഭനഷ്ടത്തിന്റെ കണക്കു പറഞ്ഞു നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന പള്ളിക്കൂടത്തിന്റെ വാതിൽ അടച്ചുപൂട്ടുന്ന പ്രശ്നമുണ്ടാകില്ല. കേരളം ഒരു വിദ്യാർത്ഥിയെ ഒരു യൂണിറ്റായി കാണുന്ന ഗവൺമെന്റ് ആയിരിക്കും ഈ ഗവൺമെന്റ്. പ്രിയപ്പെട്ടവരെ, തെളിവ് നിരത്താൻ, വികസനത്തിന്റെ തെളിവ് നിരത്താൻ നമുക്ക് തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറി പോകേണ്ട കാര്യമില്ല. ഞാൻ സഖാവ് UR പ്രദീപിനെ അഭിനന്ദിക്കുന്നു. അദ്ദേഹം MLA ആയിരിക്കുമ്പോ കേരളത്തിൽ 5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരു സ്കൂൾ പണിയാം എന്ന് പറഞ്ഞപ്പോ അതേത് സ്കൂളായിരിക്കണം എന്ന് 1 മിനിറ്റ് പോലും ആലോചിക്കാതെ സഖാവ് UR പ്രദീപ് തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളിന്റെ പേര് തിരുവില്ലാമല ഹയർ സെക്കൻഡറി സ്കൂൾ എന്നാണ്. തിരുവില്ലാമല ഹയർ സെക്കൻഡറി സ്കൂള് പണ്ട് കണ്ടിട്ടുള്ളവരല്ലേ നമ്മളൊക്കെ? പൊട്ടിപ്പൊളിഞ്ഞ ക്ലാസ് മുറികൾ, ഇരിക്കാൻ പറ്റാത്ത ബെഞ്ചും ഡെസ്കും, പഠിപ്പിക്കാൻ അധ്യാപകരില്ലാത്ത സ്ഥിതി, എഴുതാൻ ബ്ലാക്ക് ബോർഡുകളില്ലാത്ത സ്ഥിതി. ഞാൻ അഭിമാനപൂർവം ഈ പൊതുസമ്മേളന വേദിയിൽ നിന്ന് പറയട്ടെ, തിരുവില്ലാമലയിലെ ഹയർ സെക്കൻഡറി സ്കൂള് ഇന്ന് നിങ്ങൾ കണ്ടാൽ ലോകോത്തര നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളായി പാവപ്പെട്ടവന്റെ കുട്ടി പഠിക്കുന്ന തിരുവില്ലാമലയിലെ ഹയർ സെക്കൻഡറി സ്കൂൾ മാറിയതിന്റെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. ഒരു സ്കൂളിന് 8.5 കോടി രൂപ. തീർന്നില്ല, തൊട്ടപ്പുറത്ത് പാമ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. ആ സ്കൂളിന് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അനുവദിച്ച സംഖ്യ 4.5 കോടി രൂപ. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടത്തിയ മാറ്റത്തിന്റെ വസന്തം. പ്രിയപ്പെട്ടവരെ, 8.5 വർഷക്കാലം കഴിഞ്ഞ 8.5 വർഷക്കാലം എല്ലാവർക്കും ഭൂമിയും, എല്ലാവർക്കും വീടും, എല്ലാവർക്കും ആരോഗ്യവും, എല്ലാവർക്കും ജീവിത സുരക്ഷിതത്വവും, എല്ലാവർക്കും സാമൂഹിക ക്ഷേമ പെൻഷനും അനുവദിച്ചുകൊണ്ട് കേരളം മാറി മാറി വന്ന ദുരന്തങ്ങളുടെ നടുവിൽ ഒറ്റപ്പെടുമ്പോ ആ ദുരന്തങ്ങളുടെ മുമ്പിൽ പതറി പിന്നോട്ടു പോകാതെ, ആ ദുരന്തങ്ങളുടെ മുമ്പിൽ പേടിയോടെ പകച്ചു നിൽക്കാതെ, ആ ദുരന്തങ്ങളുടെ മുമ്പിൽ പേടിയോടെ പകച്ചു നിൽക്കാതെ ഒരു ദുരന്തത്തിനും മലയാളിയെ വിട്ടുകൊടുക്കില്ല എന്ന് പ്രഖ്യാപിച്ച കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഈ വേദിയിൽ എത്തിച്ചേരുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്
പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ആ വാദ്യങ്ങളൊന്ന് അവസാനിപ്പിക്കാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രകടനം കൊണ്ട് കയറി പോരട്ടെ. 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോ 4 മിഷനുകൾ കേരളത്തിലെ ഗവൺമെന്റ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. ആ മിഷനുകളിൽ ഒന്നാമത്തേതാണ് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. പാവപ്പെട്ടവന്റെ കുട്ടികൾക്ക് പഠിക്കാൻ തല്ലിപ്പൊളിഞ്ഞ സ്കൂളുകളല്ല, 8.5 കോടി രൂപ ചെലവഴിച്ചു തിരുവില്ലാമലയിൽ നിർമ്മിച്ച ഹയർ സെക്കൻഡറി സ്കൂൾ പോലെ 4.5 കോടി രൂപ ചെലവഴിച്ചു പാമ്പാടിയിൽ പണിതുകൊണ്ടിരിക്കുന്ന ഹയർ സെക്കൻഡറി സ്കൂൾ പോലെ ഇനി പാവപ്പെട്ടവന്റെ കുട്ടി പഠിക്കുന്ന സ്കൂൾ വലിയ തുക ചെലവഴിച്ചു നിർമ്മിക്കുന്ന വമ്പൻ സ്കൂളുകളെക്കാൾ അഭിമാനത്തോടെ കേരളത്തിൽ ഉയർന്നു നിൽക്കും എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഈ കേരളത്തിൽ പ്രഖ്യാപിച്ചു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാവുന്ന ഒരു ചരിത്രമുണ്ട് ഈ കേരളത്തിന്. കേരളത്തിൽ മഹാത്മാ അയ്യങ്കാളി കുട്ടികളുടെ പഠിക്കാനുള്ള അവകാശത്തിന് വേണ്ടി കർഷക തൊഴിലാളിയോട് പാടത്തു നിന്ന് വരമ്പത്തേക്ക് കയറി നിൽക്കാൻ ആഹ്വാനം ചെയ്ത നാടാണ് ഈ മലയാളക്കര. തിരുവനന്തപുരത്തെ ഉരുട്ടമ്പലം എന്ന സ്കൂളിൽ പഞ്ചമി എന്ന വിദ്യാർത്ഥിക്ക്, അവൾ ജനിച്ചത് പിന്നോക്കക്കാരിയായ ഒരു അമ്മയുടെ വയറ്റിലാണെന്ന ഒറ്റക്കാരണം കൊണ്ട് പഠിക്കാനുള്ള അവകാശം നിഷേധിച്ചപ്പോ പഞ്ചമി എന്ന കുട്ടിയെ കൈപിടിച്ച സ്കൂളിലേക്ക് കൊണ്ടുവന്ന പുരോഗമനവാദിയായ ഒരു ചെറുപ്പക്കാരൻ, തമ്പുരാന്റെ കുട്ടിയിരുന്ന് പഠിക്കുന്ന ബെഞ്ചിലിരുന്ന് പഠിച്ചാൽ അയിത്തമാകും എന്നുള്ളത് കൊണ്ട് തമ്പുരാന്റെ കുട്ടിയിരുന്ന് പഠിക്കാത്ത ഒരു സ്റ്റൂളിലിരുത്തി പഞ്ചമി എന്ന കുട്ടിയെ പഠിപ്പിച്ചു എന്ന ഒറ്റക്കാരണം കൊണ്ട് അന്ന് അർദ്ധരാത്രിയായപ്പോ പഞ്ചമിയെ അക്ഷരം പഠിപ്പിച്ച ഊരൂട്ടമ്പലം സ്കൂൾ അഗ്നിക്കിരയാക്കിയ സവർണ മേധാവിത്വത്തിന്റെ അപമാനകരമായ ചരിത്രമുള്ള നാടാണ് ഭ്രാന്താലയം എന്ന് സ്വാമി വിവേകാനന്ദൻ വിളിച്ച ഈ കേരളം. ആ കേരളത്തിൽ പഞ്ചമിക്ക് അക്ഷരം പഠിപ്പിക്കാൻ അനുവാദം കൊടുക്കാത്ത ഊരൂട്ടമ്പലം സ്കൂളിൽ 3 നിലയുള്ള പുതിയ കെട്ടിടം പണിത് 6 വയസ്സായ കുട്ടിക്ക് ചവിട്ടിൽ പേരിടുന്നത് പോലെ കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഊരൂട്ടമ്പലത്തെ 3 നിലകളിൽ 3.5 കോടി രൂപ ചെലവഴിച്ച് പണിതീർത്ത സർക്കാർ സ്കൂളിന്റെ ചുവട്ടിൽ പേരിട്ടു മഹാത്മാ അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂൾ. അതാണ് കേരളത്തിന്റെ ചരിത്രം. പഞ്ചമിക്ക് അക്ഷരം പഠിപ്പിക്കാൻ ചെയ്തു എന്ന ഒറ്റ കുറ്റം കൊണ്ട് അഗ്നിക്കിരയാക്കിയ സ്കൂളിന്റെ ഇന്നത്തെ പേര് മഹാത്മാ അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂൾ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിച്ച ഒറ്റക്കാരണം കൊണ്ട്. കേരളത്തിൽ ലൈഫിലൂടെ വീട് പണിതു കൊടുക്കാൻ തീരുമാനിച്ചത് ഏതുകാലത്താ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലേറിയ 8.5 വർഷക്കാലത്തിനിടയിൽ തറപ്പാളകളുടെ കീഴിൽ മഴയത്തും മഞ്ഞത്തും വെയിലത്തും കിടക്കേണ്ടി വന്ന കേരളത്തിലെ കോടിക്കണക്കായ മനുഷ്യനെ കൂര തീർത്ത് 4 ലക്ഷം കുടുംബങ്ങളെ കൂരയ്ക്ക് താഴെ കൊണ്ടുവന്ന ലൈഫ് എന്ന വിപ്ലവത്തിന് പേരിട്ടു നടത്തിയ 8.5 വർഷക്കാലം കേരളം ഭരിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ്. 8.5 വർഷക്കാലം മുമ്പ് കേരളം 600 രൂപ, 18 മാസക്കാലം കിട്ടാതിരുന്ന 600 രൂപ, കിട്ടാക്കടമായിരുന്ന സാമൂഹിക ക്ഷേമ പെൻഷൻ 18 മാസക്കാലത്തെ കുടിശ്ശിക തീർത്ത് കേരളത്തിൽ 600-ൽ നിന്ന് 1600-ലേക്ക് കൊണ്ടുവന്ന് കേരളത്തിൽ 64 ലക്ഷത്തോളം വരുന്ന 60 വയസ്സു കഴിഞ്ഞവന്റെ വീട്ടിൽ സ്നേഹാദരങ്ങളോടെ സഹകരണ സംഘത്തിലെ ജീവനക്കാരൻ 1600 രൂപ മാസം തോറും കൊണ്ടെത്തിക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനത്തിന്റെ പേര് കേരളം. അത് നയിക്ക ഗവൺമെന്റിന്റെ പേര് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. എന്താ ഈ ഗവൺമെന്റിനെതിരെ പറയാനുള്ള ആരോപണം? കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ആക്രമിക്കാൻ രാഷ്ട്രീയ കാരണങ്ങളില്ലാതെ ഒറ്റപ്പെട്ട ഈ കേരളത്തിൽ ഇപ്പൊ പറയുന്ന എന്തെല്ലാം വിചിത്രമായ കാരണങ്ങൾ പറഞ്ഞു കാരണമില്ലാതെ അന്തിമഹാകാളൻകാവിലെ പൂരത്തിന്റെ വെടിക്കെട്ട് പോലും ചർച്ച ചെയ്യുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ. ആരാ പറയുന്നത്? ഈ ഒക്ടോബർ 14-ാം തീയതി പുറത്തിറക്കിയ എക്സ്പ്ലോസീവ് ആക്ടിലൂടെ കേരളത്തിലെ ഒറ്റ അമ്പലത്തിലും വെടിക്കെട്ടു നടക്കാൻ അനുവാദം കൊടുക്കാത്ത വിധത്തിൽ അത് മാറ്റം ചെയ്ത കേന്ദ്ര ഗവൺമെന്റ്. അതിനെതിരെ പരാതി അയച്ചത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ഈ കേരള സംസ്ഥാനമാണ് എന്ന് നാം തിരിച്ചറിയണം. കണ്ടീഷൻ 2, വെടിക്കെട്ടു പെരയിൽ നിന്ന് 200 മീറ്റർ അകലെയാകണം ഫയർ ലൈൻ.
ഫയർ ലൈനിൽ നിന്ന് 100 മീറ്റർ അകലെയാകണം വെടിക്കെട്ട് കാണേണ്ടവർ നിൽക്കേണ്ടത്. തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് നടക്കില്ലെന്ന് മാത്രമല്ല, കേരളത്തിലെ വെടിക്കെട്ടുകൾക്ക് അന്ത്യം കുറിക്കാൻ തീരുമാനിക്കുന്ന എക്സ്പ്ലോസീവ് ആക്ടിന്റെ ഭേദഗതി കൊണ്ടുവന്ന കേന്ദ്ര ഗവൺമെന്റ് കേരളത്തെ കുറ്റപ്പെടുത്തുന്നത് ഏതർത്ഥത്തിലാണ്? പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ മഹാജനക്കൂട്ടം ചിലത് പറയുന്നുണ്ട്. ഞാൻ ഈ നാട്ടിൽ നിന്ന് 80 കിലോമീറ്റർ അകലെ താമസിക്കുന്ന ആളാണെങ്കിലും ഇവിടെ 2 ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ സെക്രട്ടറിയായി പ്രവർത്തിച്ചയാളാണ് ഞാൻ. ആ അനുഭവം വെച്ചുകൊണ്ട് നിങ്ങളോട് പറയട്ടെ, തിരുവില്ലാമല യഥാർത്ഥത്തിൽ ഞങ്ങളെ വെല്ലുവിളിക്കുകയാണ്. 23-ന് UR പ്രദീപ് ചരിത്ര ഭൂരിപക്ഷത്തോടെ വിജയിക്കുമ്പോ വരവൂര് മുതൽ തിരുവില്ലാമല വരെയുള്ള പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടുന്ന പഞ്ചായത്തിന്റെ പേരായി തിരുവില്ലാമല പഞ്ചായത്ത് മാറും. സമീപ ഭൂതകാലത്ത് കാണാത്ത ജനാരവം മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നതിന്റെ കാരണം ഞങ്ങൾ പറയാറുണ്ട്, ചരിത്രം കാലമടയാളപ്പെടുത്താൻ ക്രിസ്തുവിന് മുമ്പും ശേഷവും എന്ന് പറയുന്നത് പോലെ ചേലക്കരയിൽ വികസനം അടയാളപ്പെടുത്തണമെങ്കിൽ രാധാകൃഷ്ണന് മുമ്പും ശേഷവും എന്ന് വിളിക്കേണ്ടി വരും. ഈ ചേലക്കരയിൽ 96 മുതൽ ചേലക്കര കണ്ടു തുടങ്ങി. ഒരു ജനപ്രതിനിധി എന്നാൽ നമ്മുടെ വീട്ടുകാരനാണെന്ന്, നമ്മുടെ നാട്ടുകാരനാണെന്ന്, നമ്മളോടൊപ്പം നിൽക്കുന്നവനാണെന്ന്, നമ്മുടെ മണ്ണിലേക്ക് വികസനം കൊണ്ടുവരുന്നയാളാണെന്ന് 8.5 വർഷം മുമ്പോടെ ഈ ഗവൺമെന്റ് പറഞ്ഞു. അതും മാത്രമല്ല, ഇടവഴികളിൽ പോലും വെള്ളവര വരച്ചു മനുഷ്യന് യാത്ര ചെയ്യാൻ കഴിയുന്ന റോഡുണ്ടാക്കുന്ന, വീടുണ്ടാക്കുന്ന, സ്കൂളുണ്ടാക്കുന്ന, ആശുപത്രി കെട്ടുന്ന, പെൻഷൻ എത്തിക്കുന്ന, ഒരു ദുരന്തത്തിനും മലയാളിയെ വിട്ടുകൊടുക്കാത്ത ഒരു ഗവൺമെന്റ് ആണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എന്ന്. പ്രിയപ്പെട്ടവരെ, ആ മഹാജനക്കൂട്ടത്തെ സാക്ഷി നിർത്തി കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രിക്ക് ഉറപ്പോടെ, നിങ്ങളുടെ വിശ്വാസത്തോടെ, നിങ്ങളുടെ ധൈര്യത്തോടെ, നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആവേശത്തോടെ ഞാൻ പറയട്ടെ, 2024 നവംബർ 23-ന് ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോ 6 പേർ ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചാലും ആ ഉപതെരഞ്ഞെടുപ്പിന്റെ ബലത്തിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്തെ നിയമസഭയിലേക്ക് ചേലക്കര വിടുന്നത് ഒരാളെയാണ്, ഒരേ ഒരാൾ. അത് പ്രിയപ്പെട്ട UR പ്രദീപ് എന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിരിക്കും. പ്രിയപ്പെട്ടവരെ, സ്നേഹപൂർവ്വം നിങ്ങളെ മുഴുവൻ അഭിവാദ്യം ചെയ്യുന്നു. ലാൽ സലാം.